അബുദാബിയിലെ മുസഫയിലാണ് ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ വരുന്നത്. എണ്ണ സംഭരണ കേന്ദ്രത്തിന് തീപിടിച്ചു എന്നാണ് വിവരം. തീ നിയന്ത്രണ വിധേയമാക്കി എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ദുബായിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, ഇത് എപ്പോഴുണ്ടായ സംഭവമാണ്? അധികൃതർ ഔദ്യോഗികമായി എന്തൊക്കെ വിവരങ്ങൾ നൽകുന്നുണ്ട്? മുഹമ്മദ് റഹീസ്. ഈ തീപിടുത്തം ഒക്കെയും വൈകിട്ടുണ്ടായതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി അബുദാബിയിൽ ഏതാണ്ട് 6 മണിക്ക് ശേഷമുണ്ടായ അപകടം എന്ന രീതിയിലാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ ഇപ്പോൾ സ്ഥിരീകരിച്ചുകൊണ്ട് പറയുന്നത്. അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്, ഈ ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ആളുകൾ ശബ്ദങ്ങളൊക്കെ കേട്ടിരുന്നു എന്നുള്ള തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ആ സമയത്ത് ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയാണ്. പക്ഷേ ഒരൊറ്റ സ്ഥലത്തു മാത്രം അബുദാബിയിൽ ഇതുപോലെ ഒരു ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം മാത്രമേ സ്ഥിരീകരിക്കുന്നുള്ളൂ. അതായത് രാവിലേക്ക് ശേഷം പിന്നീട് ഇന്ന് ഈ മുസഫയിൽ അബുദാബിയിൽ ഒരു ആക്രമണം ഉണ്ടായി, മറ്റെല്ലാം ചെറുത്തു നിന്നു. ശേഷം വലിയ പ്രശ്നമൊന്നുമില്ലാതെ എല്ലാം നിർവീര്യമാക്കി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് മുസഫയിൽ ഈ മുസഫയിലെ അപകട വിവരവുമായി ബന്ധപ്പെട്ട് തന്നെ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വരുന്നുണ്ട്. അത് വലിയ തോതിൽ പുക ഉയരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളാണ്. അതായത് ഒരു എണ്ണ സംഭരണ കേന്ദ്രത്തിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് അബുദാബിയിലെ അധികൃതർ വ്യക്തമാക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്, ആർക്കും പരിക്കില്ല എന്നുള്ള കാര്യം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതിനൊക്കെ ശേഷം അതിനൊക്കെ ഇടയിലാണ് ശരിക്കും ഈ അബുദാബിയിൽ വിമാനത്താവളം ഏതാണ്ട് ഭാഗികമായി തുറക്കുകയൊക്കെയും ചെയ്തത്. അപ്പോൾ അത് അതിനെ ബാധിക്കുന്ന തരത്തിലല്ല, വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലൊരു അപകടം, ആക്രമണം ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ വ്യക്തമാകും ഈ ഒരു തീരുമാനത്തിൽ നിന്ന്. കാരണം അങ്ങനെ ഒരു സീരീസ് ഓഫ് അറ്റാക്ക് ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും വിമാനത്താവളം തുറക്കാൻ സാധ്യത ഉണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു സീരീസ് ഓഫ് അറ്റാക്ക് അല്ല എന്നുള്ളത് മനസ്സിലാകുന്നു. ഒരു മലയാളി കുടുംബം പകർത്തിയ ദൃശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ളതും. എന്തായാലും കറുത്ത വലിയ പുക ഉയരുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ അല്പസമയം മുൻപ് UAE-യിലെ വിദഗ്ധർ ഒപ്പം തന്നെ ഈ അധികൃതരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഈ നിർവീര്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ഡ്രോണുകൾ നിർവീര്യമാക്കുമ്പോൾ കൂർത്ത അഗ്രഭാരമുള്ള ഒരു ഉപകരണം, ഈ ഒരു കേടുപാട് വന്ന ഒബ്ജക്റ്റുകളാണ് താഴേക്ക് വീഴുന്നത്. അത് വന്ന് പതിക്കുമ്പോൾ വലിയ തോതിൽ തീ ഉണ്ടാകും, പുകയുണ്ടാകും. ഒപ്പം തന്നെ അത് ഏതെങ്കിലും കെട്ടിടങ്ങളിൽ പതിച്ചാലും തീ ഉണ്ടാകും. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിനപ്പുറത്തേക്ക് ഭയക്കാൻ ഒന്നുമില്ല എന്നുള്ളത് തന്നെ അബുദാബിയിൽ നിന്നും ഇപ്പോഴും പറയാൻ പറ്റും. അതിനുശേഷം പിന്നീട് വലിയ ശബ്ദങ്ങളോ അല്ലെങ്കിൽ ഡ്രോണുകൾ പോകുന്നതോ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. എന്തായാലും ഇത് വൈകിട്ടുണ്ടായ അപകടമാണ്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.